എത്ര പുരോഗമനം എന്നിവർ അവകാശപ്പെട്ടിരുന്നാലും ശരി, ഇവരുടെ ഉള്ളിൽ കിടക്കുന്നത് 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര സ്വഭാവമാണ്. ഇപ്പോ പ്രവാചകനെ കുറിച്ച് നൗഷാദ് ഹസനി പറയുന്ന വീഡിയോ എമ്പാടും കേട്ടവരല്ലേ നമ്മൾ. സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണുമായി ഭർത്താവ് നടന്നു പോയാൽ ആ പെണ്ണിനെ നോക്കുമ്പോൾ പ്രവാചകൻ ഒരു മോഹം തോന്നിയാൽ പ്രവാചകൻ പറയുന്നു ആ പെണ്ണവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞാൽ ആ പെണ്ണ് അന്നു മുതൽ പ്രവാചകന്റെ ഭാര്യയാണ്, പ്രവാചകന് കെട്ടിച്ചു കൊടുക്കണം. അപ്പൊ ഇങ്ങനെ പറയുന്ന ഒരു മതത്തിനകത്ത് നിന്നിട്ട് ഒരു സോളോ യാത്ര ചെയ്യുകയോ അതല്ലെങ്കിൽ ട്രാവലുകളെ കുറിച്ചിട്ട് സ്ഥലങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ചില വ്ലോഗുകൾ കാണിച്ചു തരികയോ ഒക്കെ ചെയ്യുന്ന ആളുകൾ ഒന്ന് പർദ്ദയിട്ടാലോ ഒരു മുസ്ലിം യുവാവിനോടൊപ്പം ഒരു ഫോട്ടോ കണ്ടാലോ ഉടനെ തന്നെ ഈമാൻ തകർന്നു പോകുന്ന ഉസ്താദുമാരെ കുറിച്ചിട്ട് എന്ത് പറയാനാ? നിങ്ങൾ തന്നെ കണ്ടു. ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഉസ്താദുമാർക്ക് ഇപ്പോൾ ഖുർആൻ ഹദീസ് ഒന്നും പറയാനില്ല. കാരണം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പിച്ചയ്ക്ക് ഇത് വെയിലത്ത് വെക്കുമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ വേറെ ചില വേർഷനിലേക്കാണ് പിടിച്ചിരിക്കുന്നത്. ഒരു സോളോ ട്രാവലർ ആയിട്ടുള്ള അരുണിമ, ഈ കൊച്ച് ഒരു മുസ്ലിം യുവാവുമായിട്ട് പർദ്ദയും മക്കനെയും ഒക്കെ ഇട്ടിട്ട് കിർഗിസ്ഥാനിലെങ്ങാണ്ട് പോയി അവിടെയാണെന്ന് തോന്നുന്നു. അവിടെ വെച്ചിട്ട് ഈ കൊച്ചിട്ട ഒരു ഫോട്ടോ ഉസ്താദിനെ വല്ലാതെ പ്രകോപിപ്പിച്ചു. അപ്പോൾ ഉസ്താദിനെ അതിലേറെ വിഷമിപ്പിച്ചത് ഈ കൊച്ചിടുന്ന ഫോട്ടോ ഒരു മുസ്ലിം യുവാവിനെയും കെട്ടിപ്പിടിച്ചിട്ട് കിടക്കുന്ന ഒരു ഫോട്ടോ. അപ്പൊ അതിന്റെ താഴെ വന്ന കമന്റ്സുകളാണ് ഉസ്താദിനെ ഏറെ വേദനിപ്പിച്ചത് കേട്ടോ. അപ്പോ അദ്ദേഹം ആ വിഷയം പറയുന്നുണ്ട്, പെണ്ണേ നീയും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. യൂട്യൂബ് റൂട്ടേഴ്സ് നമ്മുടെ നാട്ടിലെ സാഹചര്യം വളരെ മോശമാണ്. നിങ്ങൾ ഇത്തരത്തിലുള്ള ഫോട്ടോസും വീഡിയോസും അല്ലെങ്കിൽ ഇങ്ങനെ പോസ്റ്റുകളൊക്കെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളെ ഭയങ്കര മോശമായിട്ട് സംസാരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത്ര വലിയ മോശമായിട്ട് അങ്ങനെ എന്തെങ്കിലും ന്യൂഡ് ചിത്രങ്ങൾ വല്ലതുമായിരിക്കുമോ എന്ന് സാധാരണഗതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് അവരുടെ ചിത്രം. ഇത് നേരെ മറിച്ചായിരുന്നെങ്കിൽ ഉസ്താദ് നെഞ്ചിലിടിച്ച് നിലവിളിക്കത്തില്ലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയ സൈഡിലിരിക്കുന്ന ഉസ്താദ് കണ്ടോ, പെണ്ണ് പർദ്ദയും മക്കനെയും ഒക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. പക്ഷേ ഉസ്താദിനെ കൊണ്ട് തീരെ സഹിച്ചില്ല. പറയും നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ ബോയ്ഫ്രണ്ടിന്റെ കുടുംബത്തിന്, അവരുടെ നിങ്ങളുടെ എല്ലാവരെയും വളരെ മോശമായി ചിത്രീകരിക്കും, പറയും ചെയ്യും. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഈ നാട്ടിലെ ഇപ്പോഴത്തെ ആളുകൾ സംസാരിക്കാൻ ആരെ കുറിച്ചായിരിക്കും? ഈ മുസ്ലിം മതത്തിനെ കുറിച്ചായിരിക്കും. നിങ്ങൾ ഈ തട്ടം അല്ലെങ്കിൽ നിങ്ങൾ ഈ പർദ്ദ, നിങ്ങൾ ഈ പറഞ്ഞ ബുർക്കൊക്കെ ഇട്ട് കഴിഞ്ഞാല് അതെ, അല്ലെങ്കിലും ഇസ്ലാം മതം ഇപ്പോ ഏറില്ല, അറിഞ്ഞില്ല അല്ലേ? ഇസ്ലാമിനെ പറയുന്നതാണ് ഉസ്താദിന്റെ വേദന. എന്റെ പൊന്നാര ഉസ്താദെ, മനുഷ്യന്മാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന എന്തെങ്കിലും ഇതിനകത്തുണ്ടോ? പ്രവാചകൻ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം ഇന്നിവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഉൾക്കൊള്ളാനോ പ്രാവർത്തികമാക്കാനോ പറ്റുമോ? ഒരു ബഹുസ്വര സമൂഹത്തിന്, അതല്ലെങ്കിൽ അമുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്ത് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഇതിനകത്തുണ്ടോ ഉസ്താദെ? ഉണ്ടോ? അപ്പോൾ ഇവരുടെ വീഡിയോയുടെ താഴെ വന്ന കമന്റ്സ് ആണ് ഉസ്താദിന് ഏറെ വേദന തോന്നിയത്. അപ്പോൾ ഉസ്താദിന്റെ ഈ വീഡിയോയുടെ കമന്റ്സ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. വേദന തോന്നുമെന്ന് അറിയണ്ടേ? ഇങ്ങനെ പുരോഗമനത്തിലേക്ക് വാ. ഇവിടെ ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളവരെ വിവാഹം കഴിക്കട്ടെ, ഇഷ്ടമുള്ള മതത്തിൽ ജീവിക്കട്ടെ. പക്ഷേ വിവാഹത്തിന്റെ പേരിൽ മതം മാറ്റം നിർബന്ധമാക്കുമ്പോൾ എതിർക്കപ്പെടും. ഓണസദ്യ ഹറാമാണ് എന്ന് പറഞ്ഞാൽ എതിർക്കും. കേക്ക് ഹറാമാണ് എന്ന് പറഞ്ഞാൽ എതിർക്കും. അമ്പലത്തിന് പണം കൊടുക്കുന്നത് വേശ്യാലയത്തിന് കൊടുക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞാൽ എതിർക്കും. ഇതൊക്കെ പറഞ്ഞത് തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ്. അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. അവിടെ വിദേശികൾ പർദ്ദ ധരിക്കേണ്ട എത്രയോ സ്ത്രീകൾ പർദ്ദ ധരിക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ അരുണിമ അവിടെ പർദ്ദ ധരിച്ചത് എന്തിനാ? നിർബന്ധമല്ല. അവരവർക്ക് ഇഷ്ടമുള്ള ഡ്രസ് ഇട്ട് ഇഷ്ടമുള്ള മതം സ്വീകരിച്ച് ജീവിക്കുക. അതെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റുക. കുരു പൊട്ടുന്ന അമ്മാവന്മാർ കുരു പൊട്ടിച്ചാവട്ടെ. അതായത് ഉസ്താദിനും വേണ്ടത് റീച്ചായിരുന്നു. ഇങ്ങനെ പേടിച്ചാലോ ബ്രോ? സാറേ, വിവരമോ വകതിരിവോ ഇല്ല. ഇസ്ലാമിനെ നാറ്റിക്കാൻ മാത്രം വാദിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. ആരെങ്കിലും പ്രവാചകനെ ചീത്ത പറഞ്ഞാൽ അതിൻ്റെ കുറ്റം അവർക്ക്. ബ്രോ, നിങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന സ്ത്രീ വിരുദ്ധത എന്തേ പറയാത്തേ? അവിടെ ഇപ്പോഴും പെണ്ണുങ്ങളെ അടിമകൾ ആക്കി വെക്കുന്നുണ്ട്. അടുത്തൊരു കമന്റ്സ് നോക്കിക്കോണേ. ബ്രോ, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്.
ഷീ പ്ലേസ് വെരി സ്മാർട്ട്. ഇറ്റ് ഈസ് ഓൺലി ഫോർ റീച്ച് ഔട്ട്. ഓക്കെ, യു വിൽ സീ ഇറ്റ് ഇൻ ഫ്യൂ മന്ത്സ് വാട്ട് ഹാപ്പൻസ് ആൻഡ് ഹൗ ഗുഡ് ഷീ ഈസ് ഫൂളിംഗ് ദി ഓഡിയൻസ്. വെയിറ്റ് ആൻഡ് സീറ്റ്. അവരെ കുറെ കാലമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നവർക്കറിയാം അവർ റീച്ചിന് വേണ്ടിയിട്ട് പർദയും അക്കനെയും അല്ല അതിൻ്റെ അപ്പുറവും ഇടുവന്നു. ഇനി കറങ്ങേണ്ടി വരില്ല, ചാക്കിട്ട് വീട്ടിലിരിക്കാം അരുണിമയ്ക്ക്. ഇനിയും അവൾ അപ്പിക്കുപ്പായത്തിൽ വീട്ടിനുള്ളിൽ. സംഘികളല്ല, നിങ്ങളുടെ ആൾക്കാർ തന്നെയാണ് കിതാബിനെ വിമർശനം നടത്തുന്നത്. ആരിഫ് ഹുസൈൻ മുതൽ ഇഷ്ടം പോലെ ആൾക്കാർ ഉണ്ട് ഇതുവരെ. മറ്റുള്ളവരെ വെറുതെ പറയണ്ടെന്ന്. ശരി, ബ്രോ പറഞ്ഞതിനൊപ്പം ഇവളുടെ റിലീജിയനിലുള്ള ഒരു ചെക്കനെ കല്യാണം കഴിക്കട്ടെ. അതൊക്കെ തീരുമാനിക്കാൻ നിങ്ങൾ ആരാവേ? ഇതിനെതിരെ ശക്തമായ പ്രതികരണം ഹിന്ദു സഹോദരന്മാരുടെയും മറ്റും ഉണ്ടാകണം. അവർക്കതാ ജോലി. ഇവിടെ ഓരോരുത്തരും അവരവരുടെ റിലീജിയൻ പ്രകാരമാവണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും ബ്രോ ഇനിയും പ്രതികരണം ഉണ്ടാവണം. അയ്യോ, അതിനും വിവരമില്ല, ഇത് വായിച്ചവർക്കും വിവരമില്ല. ലഗേജ് അധികമായതുകൊണ്ട് ഡ്രസ്സൊക്കെ ഇട്ടു, അതിന്റെ മേലെ പർദ്ദ ഇട്ടെന്നല്ലേ. അരുണിമ ലോകം ചുറ്റുന്നു, ലോകത്ത് എല്ലാ ഭക്ഷണവും കഴിക്കുന്നു, എല്ലാ വേഷവും ചെയ്യുന്നു, ഒരു പ്രശ്നവുമില്ല. സമാധാന മതക്കാരന്റെ കരച്ചിൽ, ഇരവാദം, കഷ്ടം. ഒന്ന് പോടാന്ന്. കടുത്ത വർഗീയവാദിയായ വർഗീയതയെക്കുറിച്ച് പറയാൻ ഇവൻ എന്തു യോഗ്യത? ഇവനെ എല്ലാം എതിർക്കാത്ത മുസ്ലിങ്ങൾക്ക് സംഘികളെ കുറ്റപ്പെടുത്താൻ എന്തു യോഗ്യത? ഹിന്ദുക്കളെ തീവ്രവാദികൾ എന്ന് പറയുന്ന ഇവൻ അറിയില്ലേ ലോകത്ത് ഇന്ന് തീവ്രവാദി സംഘടനകളുടെ കണക്കെടുത്താൽ ആദ്യ 10 ഇസ്ലാമിക തീവ്രവാദികളാണെന്ന് കാണാം. സെർച്ച് ചെയ്താൽ മനസ്സിലാവും. ഇസ്ലാം വെളുത്തു, 6-ാം നൂറ്റാണ്ടിലെ പേപ്പട്ടി മതം. ആഹാ, ആഹാ. ഇന്നലെ മുബീനയുടെ പ്രശ്നം എന്തായിരുന്നെന്ന് അറിയാമോ? മുബീന നിജാസ്, ഐൻസ്റ്റീൻ താത്ത. ഈ കൊച്ചിന്റെ കുരു പൊട്ടിയത് ഈ കൊച്ച് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് കയറി വന്നതാ. മേക്കപ്പ് ഇട്ടിട്ട് ലിപ്സ്റ്റിക്കിന്റെയും മറ്റേ പെർഫ്യൂംസിന്റെയും ഒക്കെ പിന്നെ പരസ്യമൊക്കെ കാണിച്ചിട്ട് തന്നെ കോടികൾ ഉണ്ടാക്കിയ കൊച്ച. വേറൊരാൾ ആ രൂപത്തിൽ കയറി വരുന്നു. ആഹാ, എന്നാ പിന്നെ എന്നെ തടയിടണമല്ലോ എന്ന്. അങ്ങനെ തട്ടമിട്ട് ഡാൻസ് കളിക്കരുത് എന്ന് പറഞ്ഞിട്ട് മുബീന വന്നു. ഇവിടെ ഈ കാക്കയുടെ പ്രശ്നം എന്താ? പർദ്ദയാണ് പ്രശ്നം. ഈ മതത്തിന് ഏറ്റവും മോശമായിട്ട് ഏറ്റവും വൃത്തികെട്ട രീതിയിലായിരിക്കും നമ്മുടെ നാട്ടിലെ സംഘപരിവാരങ്ങളും അല്ലെങ്കിൽ സംഘി മുസംഗി എച്ചിലുകളൊക്കെ ചിത്രീകരിക്കുന്നത്. അവരുടെ പടച്ചവനെ, അതായത് അവരുടെ അള്ളാഹനെ, അതുപോലെ തന്നെ അവരുടെ പ്രവാചകനെ ഏറ്റവും മോശമായിട്ട് സംസാരിക്കാൻ അവർ ചിന്തിക്കുന്നത്. അവരുടെ വിശുദ്ധ ഗ്രന്ഥമായിട്ടുള്ള ഖുർആനെ, ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ മോശമായിട്ട് സംസാരിച്ച ആളുകളുടെ ഇടയിൽ വിദ്വേഷം ഉണ്ടാക്കാൻ മാത്രമേ അവർ ശ്രമിക്കുകയുള്ളൂ. അതല്ലാണ്ട് നമ്മുടെ രാജ്യത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ഇടാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിക്കാം, ഏത് മതത്തിലും നിങ്ങൾക്ക് പോകാം എന്നൊക്കെ ഉണ്ടെങ്കിൽ. ഉസ്താദേ, ഞാൻ 2 ചിത്രങ്ങൾ ഉസ്താദിന് കാണിച്ചു തരാം. അല്ല, എല്ലാ വിഷയത്തിലും ഭയങ്കരമായിട്ട് അഭിപ്രായം പറയുന്ന ആളാണല്ലോ. ഇത് കണ്ടോ? മദ്രസയില് വളരെ മോശം പ്രവണത, അതായത് പാരച്യൂട്ട് പ്രയോഗം കുട്ടികളോട് നടത്തിയതിന് പുറത്താക്കിയ ആളാണ്. മഞ്ചേരിയിലുള്ള തിരൂർക്കാരനാണ്. കഴിഞ്ഞ ദിവസം തിരൂര് ഒരു വീട്ടില് പിരിവിന് പോയി, അവിടെ ആരും ഇല്ല എന്ന് പറഞ്ഞു വിട്ടു. അപ്പോൾ ഉസ്താദിന്റെ കൂടെയുള്ള ആളും തിരിച്ചു പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് കൂടെയുള്ള ആളെ വിട്ടിട്ട് ഉസ്താദ് പതിയെ കയറി വന്ന് തൂറാൻ മുട്ടെന്ന് പറഞ്ഞ് വീട്ടിനകത്ത് കയറി കൊച്ചിനെ പാരച്യൂട്ട് പ്രയോഗം നടത്തി. കൊച്ചു വീട്ടിൽ തന്തയും തള്ളിയൊക്കെ വന്നപ്പോൾ പറഞ്ഞു, അല്ല ഉസ്താദ് ഇത്തരം വിഷയങ്ങളൊന്നും പറഞ്ഞ് കേട്ടില്ലേ, അതുകൊണ്ട് ചോദിച്ചതാണ് കേട്ടോ. ദിനേന എത്ര ഇതുപോലെയുള്ള ഉസ്താദുമാരുടെ വിഷയങ്ങൾ നടക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയല്ലേ, വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇപ്പോൾ തീപിടിച്ച വിലയാണ് കേട്ടോ. എന്നാലും ഉസ്താദുമാരെപ്പോഴും ഒരു 50 ഗ്രാം കയ്യിൽ കൊണ്ട് നടക്കാറുണ്ട്. ഈ ഉസ്താദിനെ കണ്ടോ, 14കാരനിൽ വെളിച്ചെണ്ണ, ഓപ്പറേഷൻ വെളിച്ചെണ്ണ ചെയ്തതാ. ഇവർക്കൊക്കെ എതിരെ നിങ്ങളാരും സംസാരിക്കില്ല. റീച്ച് ഉണ്ടാകത്തില്ല അല്ലേ? തന്നെയുമല്ല, നമ്മുടെ കാക്കാമരം എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൂർക്കണ്ടേ? നമ്മളത് വിളിച്ച് പറയാൻ പാടില്ലല്ലോ. അതാണ്. അപ്പോൾ താങ്കളും ഈ പർദ്ദയിട്ട പെണ്ണിനെയും അവൻ കെട്ടിപ്പിടിച്ചിരിക്കുന്ന മാഹീൻ എന്ന് പറയുന്ന യുവാവിനെയും വെച്ച് റീച്ച് ഉണ്ടാക്കിയല്ലേ ജീവിക്കുന്നത്. താങ്കളുടെ വീഡിയോ ഓപ്പൺ ചെയ്തപ്പോൾ എത്ര പരസ്യമാ വന്നത്. ആദ്യം മതം എന്താണ് എന്ന് പഠിച്ചു മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആ മതം പകർത്തണം.
എന്നിട്ട് വേണം മറ്റുള്ളവരെ ഉപദേശിക്കാൻ ഇറങ്ങാൻ. നന്ദി.